ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 5 ആണ്ടുവട്ടം 22-ാം വാരം വ്യാഴം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നടക്കുന്നത് ഗനേസ്രത്ത് തടാകത്തിൻ്റെ തീരത്താണ്. ഗനേസ്രത്ത് തടാകത്തിന് ഗലീലി തടാകം, തിബേരിയൂസ് കടൽ എന്നിങ്ങനെ പേരുകൾ കൂടിയുണ്ട്. 13 മൈൽ നീളവും 7 മൈൽ വീതിയുമുള്ള ഈ ശുദ്ധജല തടാകത്തിൻ്റെ കരയിലുള്ള പട്ടണങ്ങളുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകൾ. തടാകത്തിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗനേസ്രത്ത് എന്ന ദേശത്തിൻ്റെ പേരിൽ നിന്ന് തടാകത്തിനും ആ പേര് കൈവന്നു. അതേസമയം തടാകം എന്നത് ദൈവശാസ്ത്രപരമായ പ്രയോഗമാകാം. യേശു പിതാവിനോട് സംസാരിക്കുന്ന സ്ഥലമാണ് മല. തടാകമാകട്ടെ ദൈവിക ശക്തി മനുഷ്യർക്കു വേണ്ടി പ്രകടിപ്പിക്കുന്ന സ്ഥലവും. തൊട്ടു മുൻപ് ഗലീലിയിലെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം ഉപസംഹരിച്ച ലൂക്ക ദൈവരാജ്യത്തിന് ലഭിച്ച പ്രസാദാത്മകമായ പ്രതികരണത്തെ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഇതിലൂടെ പല കാര്യങ്ങൾ ലൂക്ക ചിത്രീകരിക്കുകയും ചെയ്യുന്നു. പത്രോസ്, അദ്ദേഹത്തിന്റെ വ്യാപാര പങ്കാളിയായ യാക്കോബ്, യോഹന്നാൻ എന്നിവർ യേശുവിന് കൊടുക്കുന്ന പ്രസാദാത്മകമായ ഈ പ്രതിസ്പന്ദനം പോലെ ഒന്ന് ലൂക്കായുടെ സുവിശേഷ കഥയിൽ ആദ്യമായിട്ടാണ് വർണ്ണിക്കപ്പെടുന്നത്. നസ്രത്തിലെ നിവാസികൾ യേശുവിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. കഫർനാമിലെ ആളുകൾ തങ്ങളുടെ പട്ടണത്തിൽ വസിക്കുവാൻ യേശുവിനെ നിർബന്ധിച്ചുവെങ്കിലും അത് അത്ഭുതം കാണുവാനുള്ള കൗതുകം മാത്രമായിരുന്നു. എന്നാൽ കഫർനാമിൽ നിന്നുള്ള ശിമിയോനും യാക്കോബും യോഹന്നാനും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുന്നു. ദൈവരാജ്യം എന്താണെന്ന് ലൂക്ക തൊട്ടു മുൻപ് അവതരിപ്പിച്ചിരുന്നു. തന്റെ ദൈവരാജ്യ പ്രവർത്തനത്തിൽ സഹായിക്കുവാനും സഹകരിക്കുവാനും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും യേശു ഇപ്പോൾ വിളിക്കുകയും തന്റെ ദൈവരാജ്യ ജീവിതശൈലി പിന്തുടരുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ പ്രതിസ്പന്ദനമാകട്ടെ സമ്പൂർണമായിരുന്നു. യേശുവിനു വേണ്ടി അവർ എല്ലാം ഉപേക്ഷിക്കുന്നു. നടപടി ഗ്രന്ഥത്തിൽ മാത്രം ദൈവവചനം എന്ന പദഖണ്ഡം 14 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ക്രൈസ്തവ സന്ദേശത്തെയാണ് പൊതുവിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉറവയെടുത്തത് യേശുവിൽ നിന്നാണെന്ന് ലൂക്ക ഇവിടെ പറഞ്ഞു വെക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തിയെന്തെന്ന് ഭൂതോച്ചാരണത്തിലും സൗഖ്യ ശുശ്രൂഷയിലും അധികാരത്തോടെയുള്ള പ്രബോധനത്തിലും വെളിപ്പെട്ടതായി ലൂക്ക ഇതിനു മുമ്പ് അവതരിപ്പിച്ചിരുന്നു. പ്രിയരെ, അപ്പോസ്തലന്മാരുടെ പ്രതിസ്പന്ദനം സമ്പൂർണമായിരുന്നു. എന്നാൽ ആളുകൾ അപ്രകാരമായിരുന്നില്ല. അവർ ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നത് അത്ഭുത പ്രവൃത്തികൾ കാണുന്നതിനും ഏതാനും സൗഖ്യം ലഭിക്കുന്നതിനും വേണ്ടി മാത്രമായിരുന്നു. നമ്മുടെ ജീവിതം എപ്രകാരമാണ്? വെറും ആൾക്കൂട്ടങ്ങളായി മാത്രം മാറിപ്പോകുന്നുണ്ടോ? അതോ അപ്പോസ്തലന്മാരെ പോലെ നമുക്ക് പൂർണ്ണമായി അവിടത്തേക്ക് നൽകുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ എണ്ണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളും താൽക്കാലിക സുഖങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്യുന്നവരായി മാറും. പ്രതിഫലം പ്രതീക്ഷിച്ചല്ല ക്രിസ്തുവിനെ പിൻചെല്ലേണ്ടത്. ഞാൻ എൻ്റെ നാഥനോട് കൂടെ ആയിരിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഉത്തമ ബോധ്യത്തോടെ നമുക്ക് മുന്നേറാൻ. അപ്പോൾ നമുക്കും ഏറ്റവും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കും. നമ്മെ തന്നെ പൂർണ്ണമായി കൊടുക്കുവാൻ സാധിക്കും. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.